മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തുടങ്ങിയ അടി അവിടെ അവസാനിച്ചപ്പോൾ അത് പതിയെ താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോ സർക്കാർ ഓഫീസുകളിൽ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് UDFകാർ തമ്മിലുള്ള തമ്മിൽ തല്ല് തുടങ്ങിയിട്ടുണ്ട്. ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. തലസ്ഥാനത്തെ നന്തൻകോടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓഫീസായിട്ടുള്ള സ്വരാജ് ഭവനിൽ ലീഗും കോൺഗ്രസുകാരും തമ്മിൽ സ്ഥലം മാറ്റത്തെ ചൊല്ലിയുള്ള തമ്മിൽ തല്ലിന്റെ ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിലവിൽ മുസ്ലിം ലീഗിനാണ്. ആ നിലയ്ക്ക് മുസ്ലിം ലീഗിന്റെ സർവീസ് സംഘടനയായിട്ടുള്ള SEUവും കോൺഗ്രസിന്റെ അസോസിയേഷനും തമ്മിൽ സ്ഥലം മാറ്റത്തെ ചൊല്ലി ഇന്ന് നടന്ന വാക്കേറ്റത്തിന്റെ ദൃശ്യമാണ് ചോർന്ന് പുറത്തു വന്നിട്ടുള്ളത്. തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെ സ്ഥലം മാറ്റം സംബന്ധിച്ചായിരുന്നു വാക്ക് തർക്കം. ദൃശ്യം നോക്കിയേ. ഇത്രയും നല്ല ഐക്യമുള്ള പാർട്ടി അത് അവർക്ക് വേറെ അടിപൊളിയായി പോലെ PDF എൻ്റെ വീഡിയോ എടുക്കും അവൻ്റെ മാറ്റാൻ പറഞ്ഞു അവൻ്റെ ഫോട്ടോ എടുക്കും. ഈ ദൃശ്യം മുകളിൽ നിന്ന് മറ്റുള്ളവർ ചിത്രീകരിച്ചത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ പേരിൽ അവിടെ വേറെ വാക്കേറ്റത്തിനും സാഹചര്യം ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ടീം UDF എന്ന് പറയുമ്പോൾ വകുപ്പ് വിഭജനത്തിന് ശേഷം അതാത് വകുപ്പുകളിൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഇടത്ത് കോൺഗ്രസുകാർക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന നിലയ്ക്കാണ് സ്വരാജ് ഭവനിൽ ഇന്നിപ്പോ ലീഗിന്റെ സംഘടനയും കോൺഗ്രസ് സംഘടനാ നേതാക്കളും തമ്മിൽ തെരുവിൽ പരസ്യമായിട്ട് വാക്പോരിൽ ഏർപ്പെട്ടതും ആ വാക്പോര് കയ്യാങ്കളിയുടെ വക്കിലെത്തിയ സന്ദർഭത്തിലാണ് ദൃശ്യം ചിത്രീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനടി ചിത്രീകരിച്ച ആളുടെ തോളിലേക്ക് കയറാൻ ഇവർ സംയുക്തമായി നീങ്ങുന്ന കാഴ്ചയും ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് മുഖ്യമന്ത്രി കസേരയ്ക്ക് തുടങ്ങി ഏറ്റവും ഒടുവിൽ മന്ത്രിസ്ഥാനവും നിശ്ചയിച്ച് മന്ത്രിസഭ അധികാരമേറ്റതിനു ശേഷം ആ തമ്മിൽ തല്ലിന്റെ അനുരണനങ്ങൾ ഇന്ന് സർക്കാർ സർവീസ് സംഘടനകളിലേക്ക് കൂടി വ്യാപിക്കുന്നു. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസും ലീഗും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ തെരുവിൽ സർക്കാർ ഓഫീസിലെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ടും പുതിയ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന പല കോലാഹലങ്ങളുടെയും തുടക്കമാണെന്ന് ചൂണ്ടിക്കാട്ടാൻ കഴിയും.